പ്രൈസ് ദി ലോർഡ്. ക്രിസ്ത്യൻ ഭാവന ഹൗവ അമ്മച്ചിയുടെ ആത്മസാക്ഷ്യം. പ്രിയ മക്കളെ, നിങ്ങൾ എവിടെയായാലും ഈ വാക്കുകൾ മക്കളുടെ ഹൃദയത്തിലേക്കാണ് ഈ അമ്മച്ചി അയക്കുന്നത്. ഞാനാണ് നിങ്ങളുടെ എല്ലാ ഹൗവ അമ്മച്ചി. മക്കൾക്കെല്ലാം എന്നോട് ദേഷ്യമുണ്ടെന്നും അമ്മച്ചിയെ പഴി പറയാറുണ്ടെന്നും ഈ അമ്മച്ചിക്കറിയാം. ഒരു പാപം, ഒരു ചെറിയ അനുസരണക്കേട് എന്ന് കരുതിയാണ് ദൈവത്തോട് അനുസരണക്കേട് കാട്ടിയത്. ദൈവം അറിയില്ലെന്നും കരുതി അറിഞ്ഞാൽ തന്നെ സാരമാക്കില്ലെന്നാണ് ഈ അമ്മച്ചി വിചാരിച്ചിരുന്നത്. ആ പാമ്പ് ഈ പാവം അമ്മച്ചിയെ പറ്റിച്ചതാണ്. കുറേ ചോദ്യമൊക്കെ കറക്കി എന്നോട് ചോദിച്ചു. അമ്മച്ചിയെ കുഴപ്പത്തിലാക്കി. ഞാൻ ആദ്യമൊന്നും പാമ്പ് പറഞ്ഞത് കൂട്ടാക്കിയില്ല. പിന്നെ ഉള്ളിൽ ചെറിയ സംശയമായി, മനസ്സിലും ചോദ്യമുയർന്നു. ദൈവം പറഞ്ഞ വാക്കിനേക്കാൾ പാമ്പിൻ്റെ ചോദ്യങ്ങൾ കൂടുതൽ എന്നെ ചിന്തിപ്പിച്ചു. പറയുന്നത് കേട്ടാൽ സത്യമാണെന്ന് തോന്നും. അങ്ങനെയാണ് ഞാൻ അവൻ്റെ കെണിയിൽ വീണത്. തിന്നരുത് എന്ന് പറഞ്ഞ പഴം തിന്നുക മാത്രമല്ല, ആദാം അച്ചായനെയും കൊണ്ട് ആ പഴം കഴിപ്പിക്കുകയും ചെയ്തു. പക്ഷേ അതൊരു പഴം മാത്രമായിരുന്നില്ല, അനുസരണക്കേടായിരുന്നു, നിയമലംഘനമായിരുന്നു. അമ്മച്ചിയെക്കുറിച്ച് നിങ്ങൾക്കെല്ലാം അറിയാമല്ലോ. നിങ്ങളുടെ എല്ലാം ആദ്യ മാതാവ്, ദൈവത്തിൻ്റെ കൈകൾ കൊണ്ട് രൂപം കൊണ്ട ആദ്യ സ്ത്രീ. അവൻ എന്നെ സ്നേഹത്തോടെ ഉണ്ടാക്കി. എൻ്റെ ഉള്ളിലേക്കുള്ള ഓരോ ശ്വാസത്തിലും അവൻ്റെ സ്നേഹത്തിൻ്റെ താളം ഞാൻ അനുഭവിച്ചു. ഞാൻ തെറ്റിയത് ഒരു വാക്ക് കേട്ടപ്പോഴായിരുന്നു. ഒരു ചോദ്യം പാമ്പ് ഉന്നയിച്ചു, സത്യമെന്ന് തോന്നിപ്പിക്കുന്ന വലിയൊരു കള്ളം. ദൈവം ശരിക്കും അങ്ങനെ തന്നെയാണോ പറഞ്ഞത്? അതിലെൻ്റെ ന്യായവും ഉത്തരവും ഞാൻ കണ്ടെത്തി. ആദാം അച്ചായനെയും എൻ്റെ പാപത്തിൽ പങ്കുചേർത്തു. ദൈവം മുമ്പാകെ തെറ്റ് ഏറ്റുപറയാൻ ഞങ്ങൾക്ക് കഴിഞ്ഞില്ല. പരസ്പരം പഴിചാരി ഞങ്ങൾ ദൈവസന്നിധിയിൽ നിന്നും ഓടി ഒളിക്കുവാൻ ശ്രമിച്ചു. ഞങ്ങൾക്ക് ദൈവ തേജസ്സും അനുഗ്രഹങ്ങളും നഷ്ടമായി. ഞങ്ങളിൽ കൂടി പാപം തലമുറകളിലേക്ക് പകർന്നു. ദൈവത്തോടുള്ള കൂട്ടായ്മയും ഞങ്ങൾക്ക് നഷ്ടമായി. ഒരു ദിവസത്തെ ഒരു തെറ്റായ തീരുമാനം തലമുറകളിലേക്ക് വേദനയും ഒരു നിസ്സഹായതയും ഒരു വലിയ പാഠവുമായി തീർന്നു. ഞങ്ങളുടെ കഥ നിങ്ങൾക്ക് ആദ്യകാലത്തെങ്ങോ നടന്നൊരു കഥയായി തോന്നാമെങ്കിലും അതിന്നും പലരുടെയും ജീവിതത്തിൽ പുനരാവർത്തിക്കപ്പെടുന്നു. ഞങ്ങളുടെ മക്കളെക്കുറിച്ചും നിങ്ങൾക്കെല്ലാം അറിയാമല്ലോ. ഞങ്ങളുടെ വീഴ്ച തലമുറകളിലേക്ക് പകർന്നു പുറത്തായി. പാപത്തിൻ്റെ കയ്പും അതിൻ്റെ ശാപവും എടുത്തു ചുമന്നവരാണ് ഞങ്ങൾ. പക്ഷെ അതിലും വേദനിപ്പിക്കുന്ന എന്താണെന്നറിയുമോ? ഞങ്ങൾ തെറ്റുകൾ ഏറ്റുപറയാതെ ഒരു കാരണവുമില്ലാതെ ദൈവത്തെ പഴിചാർന്നതും ദൈവത്തെ കുറ്റപ്പെടുത്തി രക്ഷപ്പെടാൻ ശ്രമിച്ചതുമാണ്. പാമ്പ് ഇന്നും അതിൻ്റെ ഉപായങ്ങൾ കൂടുതൽ ആകർഷണം നൽകി പുത്തൻ ടെക്നോളജി ഉപയോഗിച്ച് പുതിയ പ്ലാനുകൾ നടത്തി വരുന്നു. ലക്ഷ്യം മാറിയിട്ടില്ല. നിന്റെ ആത്മാവ് ചതിക്കപ്പെടാനാണ് അതിൻ്റെ ലക്ഷ്യം. സാത്താൻ്റെ തന്ത്രങ്ങൾ നിങ്ങൾ എല്ലായ്പ്പോഴും തിരിച്ചറിയുക. അവൻ വശ്യനായി വരും. അവൻ്റെ വാക്കുകൾ നിങ്ങളുടെ ഹൃദയം തഴുകും. അവൻ ദൈവവചനം എടുത്തുപോലും നിങ്ങളെ വഞ്ചിക്കാൻ ശ്രമിക്കും. ദൈവഹിതത്തിന് നീതിക്കും പുറത്തുള്ള മോഹവും നന്മയും കാട്ടും. പാതി വചനവും പാതി വിശ്വാസവും പാതി അനുസരണവും നിങ്ങളെ രക്ഷിക്കുകയില്ല. പൂർണ്ണ സമർപ്പണം മാത്രമാണ് നിങ്ങൾക്ക് കരുതലാകുന്നത്. പാമ്പ് എന്നെ വളഞ്ഞത് സത്യം പോലെ കെട്ടിച്ചമച്ചൊരു കള്ളത്തിൽ നിന്നാണ്. പക്ഷേ അവൻ്റെ ലക്ഷ്യം മനുഷ്യനെ ദൈവത്തിൽ നിന്ന് അകറ്റുക എന്നതായിരുന്നു. ഇന്നും അതേ ശബ്ദം അതേ ആശയത്തിൽ പുതിയ വേഷത്തിൽ നിങ്ങളുടെ അടുത്തെത്തുന്നു. നിങ്ങൾ ആത്മീയതയുടെ മറവിൽ പാപം ചെയ്യുന്നു, മറയ്ക്കുന്നു. പറ്റിയതിൻ്റെ പേരിൽ മറ്റുള്ളവരെ കുറ്റപ്പെടുത്തുന്നു, പിന്നെ ദൈവത്തിൽ കൂടി വിമർശിക്കുന്നു. മക്കളെ, നിങ്ങൾ ശ്രദ്ധിക്കണം. എല്ലാവരും പറയുന്നതും ചെയ്യുന്നതും ജീവിതത്തിൽ പകർത്താതെ ക്രിസ്തുവിൻ്റെ വചനം അനുസരിക്കുക. സംശയങ്ങളെ ദൈവവചനം കൊണ്ട് നിങ്ങൾ ജയിക്കുക. മോഹം പ്രലോഭനം നൽകുമ്പോൾ ആത്മാവിൽ പരിശോധിക്കണം. ദൈവിക ആലോചന കൂടാതെ തീരുമാനങ്ങൾ എടുക്കരുത്. ദൈവം നിങ്ങൾ തെറ്റ് ചെയ്യുന്നത് കാണുമ്പോഴും നിങ്ങളുടെ തിരികെ വരവിനായി കാത്തിരിക്കുന്ന ഒരു പിതാവ് കൂടാണെന്ന് ഓർക്കുക. പാപം വലിയതായിരിക്കാം, പക്ഷേ കൃപ അതിലും വലുതാണ്. പാമ്പ് ശക്തനുമാണ്, പക്ഷേ ക്രൂശിതൻ അതിനേക്കാൾ ശക്തനാണ്. ഞാനാണ് പഴയ ഹൗവ, പക്ഷേ നിങ്ങളാകേണ്ടത് പുതിയ സൃഷ്ടിയായി യേശുവിൽ ജീവിക്കുന്ന ഹൗവയായി തീരുക. പാമ്പിന് ശബ്ദം ഇന്നുമുണ്ട്, പക്ഷേ നിന്റെ ഉള്ളിൽ വചനം തെളിഞ്ഞു വരട്ടെ. അതിൻ്റെ ശൈലി മാറിയിട്ടുണ്ട്, അതിൻ്റെ ഭാഷ മാറിയിട്ടുണ്ട്, പക്ഷേ അതിൻ്റെ ലക്ഷ്യം ഇന്നും അതേ തന്നെ, നിങ്ങളെ കള്ളത്തിൽ ചതിൽ വീഴ്ത്താൻ. നിനക്ക് വേണ്ടിയ കൃപയുടെ വാതിൽ തുറന്നു കഴിഞ്ഞു. തിരിച്ചു വരിക, തോട്ടത്തിൻ്റെ സ്നേഹത്തിലേക്കും പാപമുക്തമായ സാന്നിധ്യത്തിലേക്കും. ഓർക്കുക, നീ സമൂഹത്തിൻ്റെ വ്യാജ ശബ്ദങ്ങളിൽ നഷ്ടപ്പെടാൻ തയ്യാറാകുന്നവളാണോ? നിന്റെ സ്നേഹത്തിലേക്ക് ചുരുണ്ടുവരുന്ന പാമ്പിൻ്റെ മാധുര്യം നീ തിരിച്ചറിയുന്നുണ്ടോ?
നീ വേദനയിലൂടെ ദൈവത്തെ തേടുന്നവളോ ചോദ്യങ്ങളിലൂടെ അവനെ അകറ്റുന്നവളോ? പാമ്പിൻ്റെ തന്ത്രങ്ങൾ തിരിച്ചറിയുക, ശബ്ദം മനസ്സിലാക്കുക, അമ്മച്ചിയെപ്പോലെ ചതിക്കപ്പെടാതിരിക്കുക. സ്നേഹത്തോടെ കരുതലോടെ മക്കളുടെയെല്ലാം വല്യമ്മച്ചി ഹൗവ അമ്മച്ചി.